കൊന്നിച്ചു മിന്നസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗാച്ചക്കുട്ടോ എന്ന് പറഞ്ഞ ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 12 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഗൈസ്. പിന്നെ ഒരു കാര്യം, ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആനിമി സീരീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സീരീസ് കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ കാണാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സീരീസ് ഫുള്ളി മനസ്സിലാകത്തുള്ളൂ, അതേപോലെ ഫുള്ളി എൻജോയ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഒരു പെങ്കൊച്ച് പറയുന്നുണ്ട്, ഡെൽമൺ നിന്റെ കഷ്ടപ്പാട് കാരണം നമുക്ക് ഇവിടെ ഒരു പൂ കിട്ടിയിരിക്കുവാണ്, എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ആ ടൈമിൽ ഡെൽമൺ പറയുന്നുണ്ട്, അതൊരെണ്ണമല്ലേ, അത് പോരാ, നമുക്ക് ഈ വീടിന് ചുറ്റും ഒത്തിരിയധികം പൂക്കൾ കൊണ്ട് നിറക്കണം. ഡെൽമൻ ഇപ്പോൾ ആ ഒരു പെണ്ണിന്റെ സ്ഥാനത്താണ് ആ മോനെ കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവൻ ആ ഒരു ഇല്യൂഷനാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആമ പറയുന്നുണ്ട്, വലിയ മനുഷ്യ, എൻ്റെ റൂഡോ, പിന്നെ ആ പെങ്കൊച്ച്, പിന്നെ നീയും, നിങ്ങളെല്ലാവരും എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ലേ? ഇത് കേൾക്കുന്ന ടൈംസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടെല്ലാവരും കൂടെ ഒരു കാര്യം പറയുവാണ്, എല്ലാവരും ഇതൊന്ന് കുറച്ച് എൻഡ്യൂർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ആ ഒരു സാധനം യൂസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, വൈറ്റൽ ഇൻസ്ട്രുമെന്റ് തൊക്യുഷിൻ. പെട്ടെന്നായിരുന്നു അതിൻ്റെ രൂപം മാറാൻ തുടങ്ങിയത്. അത് വലുതായി അതൊരു വലിയൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ദേഷ്യം വന്ന് അവരെല്ലാവരും ഒരേപോലെ, ഞാൻ ഒരിക്കലും അവളെ നീന്ന് ഉപദ്രവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ടാംസിയുടെ നേരെ ചാടിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ടാംസി തൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ് അവരെ എല്ലാവരും അവൻ്റെ കയർ പിടിച്ച് കെട്ടാൻ തുടങ്ങും. ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ അവരെ എല്ലാവരും ആ കയർ പിടിച്ച് കെട്ടിവെച്ചിരിക്കുവാണ്. ആമോയ്ക്ക് മനസ്സിലായില്ല അവിടെ എന്താണ് സംഭവിച്ചത്, ഇവൻ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് മനസ്സിലായില്ല. അത് മാത്രമല്ല ആമോയുടെ റൂമായിട്ട് ഫുള്ള് ഇപ്പം അലമ്പായിട്ടുണ്ട്. ടാംസി പറയുന്നുണ്ട്, നിങ്ങൾ അനങ്ങാത്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, നിങ്ങൾ എന്തുമാത്രം അനങ്ങുന്നോ അത്രത്തോളം ഇത് ടൈറ്റായിട്ട് മാറും. പിന്നെ എന്നോട് ക്ഷമിക്ക്, ഇതെന്തായാലും കുറച്ച് വേദനിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷെ അവരാരും അത് കേൾക്കുന്നില്ലായിരുന്നു. ഈ സമയത്ത് പറയുന്നുണ്ട്, കോപ്പ്, നിങ്ങൾ എന്തായാലും നന്നായിട്ട് തന്നെ വേദനിക്കുമല്ലേ? ആ ടൈമിൽ തന്നെ അവൾ പറയുന്നുണ്ട്, കൊള്ളാം, നിനക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ലല്ലേ? നിനക്കറിഞ്ഞൂടെ നിന്റെ എക്സ്പീരിയൻസ് തെറ്റിപ്പോയെന്ന്? കാര്യം ആ മോനെ രക്ഷിക്കാനായിട്ട് അവരുടെ കൈ മുറിഞ്ഞാലും കാൽ മുറിഞ്ഞാലും അവർക്ക് എത്ര വേദനിച്ചാലും അവർ ആ മോനെ രക്ഷിക്കാൻ നോക്കും. അതാണ് ആ മോൻ്റെ പവർ. പെട്ടെന്ന് ടാംസി പറയുന്നുണ്ട്, എൻ്റെ വൈറ്റൽ ഇൻസ്ട്രുമെന്റ് ഒരു ഡിസ്റ്റാഫ് മാത്രമാണ് കേട്ടോ. പിന്നെ നിനക്കറിയാത്ത ഒരു കാര്യം കൂടെ ഇതിന് ചെയ്യാൻ സാധിക്കും, അത് വൈൻഡിങ് ത്രെഡാണ്. എന്നിട്ട് കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതെടുത്ത് കറക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ചുറ്റിനുള്ള എല്ലാവരുടെയും കയറ് വലിഞ്ഞു മുറുകി അവരെ അടുത്തേക്ക് വലിക്കാൻ തുടങ്ങും. പിന്നെ കാണുന്നത് അവരെ എല്ലാവരെയും കൂടെ നമ്മുടെ ടാംസി ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഈ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, അതേപോലെ തന്നെ നിന്നെ എനിക്ക് പിടിക്കാൻ സാധിച്ചില്ലേ? ഈ സമയത്ത് ആ മോനെ അവൻ കെട്ടി മുകളിലിട്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയായിരുന്നു. അത് കഴിയുമ്പോൾ സാക്ക പറഞ്ഞുണ്ട്, സോ എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലായിരുന്നല്ലേ? ഒരിക്കലും അങ്ങനെ പറയില്ല, ഇതെല്ലാം കണ്ടുപിടിച്ചതിനെ നീയല്ലേ, നിന്റെ വാക്ക് കേട്ടിട്ടല്ലേ ഇവൾക്ക് ഇത്രയും തന്നെ ദേഷ്യം വന്നത്. ഈ സമയത്ത് ഗ്രിസ് പെട്ടെന്ന് ടോമിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ മാസ്ക് വെച്ചായിരുന്നു. എഞ്ചിന് ഞാൻ മാസ്ക് വെച്ചായിരുന്നു, പക്ഷേ ഇപ്പോഴും അനക്കമൊന്നുമില്ല. എന്താണെന്ന് സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ടീമിനെ കൊണ്ട് ഇവനെ ചെക്ക് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് ആ കരയാൻ തുടങ്ങും, എനിക്ക് വേദനിക്കുന്നു, നീ ശരിക്കും മീനാണ്, എനിക്ക് വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് ആ മോനെ സഹായിക്കുന്ന പറഞ്ഞ് കാറാൻ തുടങ്ങും. ഇതെല്ലാം അവർ 4 പേരെ ഒരേപോലെ ട്രിഗർ ചെയ്തു. അവർക്ക് ദേഷ്യമെന്ന് അവർ പറഞ്ഞുണ്ട്, സമ്മതിക്കത്തില്ല, ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല, ഞാനിവിടുന്ന് പുറത്തിറങ്ങിയ എല്ലാത്തിനെയും കൊല്ലും എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തരായിട്ട് അതിനന്ന് പുറത്തിറങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരുടെ ശരീരമൊക്കെ മുറിഞ്ഞ് ചോര വരുന്നുണ്ടെങ്കിലും അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചാൽ മാത്രം മതി. ടാംസി ആട്ടെ കുറച്ചു നേരം ഇത് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, മതി, എല്ലാം നിർത്തിക്കോ, നിനക്ക് അവളെ രക്ഷിക്കണമല്ലേ? അങ്ങനെന്നുണ്ടെങ്കിൽ ഞാൻ റിലീസ് ചെയ്യാം, നീ തന്നെ പോയി രക്ഷിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് തന്റെ പവർ ആക്ടിവേറ്റ് ചെയ്യും. ആ സമയത്ത് ആ കയറെല്ലാം കൂടെ പെട്ടെന്ന് അത് ശക്തമായി തന്നെ കറങ്ങാൻ തുടങ്ങും. എന്നിട്ട് കറങ്ങി നേരെ താഴത്തേക്ക് പോകാൻ തുടങ്ങും. ആ ഒരു ഭിത്തിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് പോകാൻ തുടങ്ങും. അത് വളരെ ഡാമേജ് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്ഥലവും പൊട്ടിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന കല്ലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മുഖത്തേക്ക് മറിഞ്ഞു വിടാനും തുടങ്ങും. അങ്ങനെ അതെല്ലാം പൊളിച്ചുകൊണ്ട് അവർ നേരെ താഴത്തെ ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ സാക്ക മുകളിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവൻ ഇതെല്ലാം കണ്ടിട്ട് പറയുന്നുണ്ട്, ടാംസി, നീ ചെയ്തത് കുറച്ച് കൂടിപ്പോയില്ലേ? ഈ സമയത്ത് തന്നെ റൂഡോയുടെ ശരീരത്തായിട്ട് ഒരു കമ്പി തറച്ചു കയറി ബാക്കിയുള്ളവരെല്ലാവരും ചോര വാർന്ന് താഴെ കിടക്കുവാണ്. ചുരുക്കം പറഞ്ഞാൽ മരിക്കുന്നതിൻ്റെ തൊട്ട് വക്കത്തായി കിടക്കുമായിരുന്നു.
പെട്ടെന്ന് ടാംസ് നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് സാക്കെ അവനൊപ്പം താഴത്തേക്ക് വരും. പെട്ടെന്ന് മുകളിൽ നിന്ന് ആമ പറയാൻ തുടങ്ങും, ഞാൻ പറഞ്ഞില്ലേ ആമയോട് സംസാരിച്ചാൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണുള്ളത്. കുറച്ച് കഴിയാൻ നേരത്ത് അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ രൂപം പുറത്തേക്ക് വരും. ആർക്കും തന്നെ അത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ രൂപം ഇത് തന്നെയല്ലായിരുന്നെന്ന് പറയുന്നിടത്ത് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനെ കാണുന്നിടത്ത് കംപ്ലീറ്റ്ലി പോയി കിടക്കണ പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് ടാംസി പറയും, സാക്ക നീ അത് മറന്നുപോയോ? എന്ത് പറഞ്ഞെന്ന്? ഓ നീ അപ്പോൾ ശരിക്കും അത് മറന്നുപോയില്ലേ? എടാ നിനക്ക് ഓർമ്മയില്ലേ അവർക്ക് കിട്ടുന്ന ഒരു ഫെയിലുള്ള ഇഞ്ചുറി അവർക്ക് എപ്പോഴും ഹീൽ ചെയ്യാൻ സാധിക്കുമെന്ന്? ആ നിനക്ക് ഓർമ്മയില്ലേ? എടാ നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്പെല്ല് അവരുടെ മേത്ത് ഡ്രോ ചെയ്ത് നിനക്ക് ഓർമ്മയില്ലേ? ഓ റെംലിൻ, അത് തന്നെ. പിന്നല്ലാതെ ഞങ്ങളെല്ലാവരും ഓക്കെ തന്നെയാണ്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഞ്ചിൻ അവിടേക്ക് വന്നിട്ടുണ്ട്. എഞ്ചിനായിട്ട് അവളുടെ പുറകിൽ നിൽക്കുമായിരുന്നു. അത് മാത്രമല്ല അവളുടെ ഒരു ബൂട്ടും എഞ്ചിനും ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അല്ല ഇത് നിൻ്റെതല്ലേ? പിന്നെ കാണിക്കുന്നത് ക്ലീനേഴ്സാണ്. അവിടുത്തെ അറ്റൻഡറായിട്ട് ആ ബുക്കൊക്കെ മറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് റോഡുവിനെ കാണുന്നത്. ഈ സമയത്ത് അവിടുത്തെ ബോസ് ഒരു മിഠായി കൊണ്ടുവച്ചിട്ട് പറയുന്നുണ്ട്, അല്ല നീ എന്ത് നോക്കുക? അല്ല എന്ത് പറ്റി? ഒന്നുമില്ല, അവരിപ്പോൾ പോയിരിക്കുന്നത് കുറച്ച് മിഷനിലല്ലേ. പക്ഷേ എന്തായാലും സീനില്ല, അവരുടെ ടീം അത്യാവശ്യം നല്ലതല്ലേ. എന്നിട്ടും നീ കുറച്ച് അൺഹാപ്പി ആണല്ലോ, അതെന്ത് പറ്റി? റൂഡറുടെ ഉള്ളിൽ നീ എന്തുവാണ് കണ്ടത്? അതിനെപ്പറ്റി ഓർത്തിട്ടാണോ? ആ സമയത്ത് അവളൊന്ന് ഞെട്ടി. എന്നിട്ട് പറയും ചെയ്യും, എനിക്കറിയാം, അതുകൊണ്ട് നീ എന്നോട് പറയാൻ നോക്ക്. നീ ശരിക്കും റൂഡോനെ ആദ്യമേ കണ്ടപ്പോൾ എന്താണ് അവൻ്റെ ഉള്ളിൽ നീ കണ്ടത്? എഞ്ചിൻ്റെ കയ്യിൽ ആ ഒരു ഷൂ ഇരിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് അവൾ ഓടി വന്നിട്ട് പറഞ്ഞിട്ട്, അത് തിരിച്ചു തരാൻ നോക്ക്, അത് തിരിച്ചു തരാൻ നോക്ക്, അതെൻ്റെതാണ്, അതെൻ്റെതാണ്, അത് തിരിച്ചു തരാൻ നോക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൾക്കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ എല്ലാവരും വെറുതെ വിട്, അപ്പം ഞാൻ ഉറപ്പായിട്ടും നിനക്ക് തിരിച്ചു തരാമെന്നാണ്. ഈ സമയത്ത് ഗ്രിസ് ചോദിക്കുന്നുണ്ട്, അല്ല എഞ്ചിൻ എപ്പോഴാണ് ഹീലായത്? ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അവൻ ഹീലായി കിടക്കുമായിരുന്നു, അവൻ കറക്റ്റ് ഒരു ചാൻസിന് വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. ഓ അങ്ങനെയായിരുന്നല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ എബിലിറ്റി ക്യാൻസൽ ചെയ്യ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നോർമൽ ആകുമല്ലോ, അപ്പം ഞാൻ ഉറപ്പായിട്ടും ഇത് തിരിച്ചു തരാം. ഇത് കേൾക്കാത്ത അവൾ പറയുന്നുണ്ട്, എനിക്ക് ഒരെണ്ണം യൂസ് ചെയ്ത് എൻ്റെ പവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അവരെല്ലാവരും ഇപ്പം എന്തായാലും നോർമലായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഡെൽമൻ അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ സമയത്ത് ടാംസി സാക്കയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ടാംസി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ആ ആമോ എന്ന് പറയുന്നവൾ അവളുടെ പവർ നിങ്ങളുടെ മേത്ത് യൂസ് ചെയ്താണ്, അത് ഒരു ഇല്യൂഷൻ നിങ്ങളെ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോഴും ജീവനോടെ ഉള്ള പോലെ ആ പെണ്ണ് അവളായിട്ട് മാറി, ആമയായിട്ട് മാറി. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവൾ ഇത്ര നാൾ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. ഇത് കേട്ട ഡെൽമൻ ശരിക്കും ഞെട്ടി. എന്നിട്ട് പുള്ളിക്കാരൻ പതുക്കെ തല കുനിച്ചിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അവൾ ശരിക്കും തിരിച്ച് ജീവനോടെ വന്നില്ലല്ലേ? അവൻ നന്നായിട്ട് തന്നെ സങ്കടവും അതേപോലെ തന്നെ ദേഷ്യവും ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളവർ എല്ലാവരും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അവർക്കാർക്കും റിയാലിറ്റിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല. കാര്യം അത്രത്തോളം നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ അത്രത്തോളം ഹാർഷുള്ള റിയാലിറ്റി ആയിരിക്കും അവർ ആ ഒരു ഇല്യൂഷനിൽ കാണുന്നത്. അങ്ങനെ അവരെല്ലാവരും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം മാസ്ക് ഇട്ടിട്ട് ആ ഒരു ഷൂ അവൾക്ക് തിരിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഷൂ ആയിട്ട് അവൾ പെട്ടെന്ന് പോയി എടുത്തിടുകയും ചെയ്യും. ഈ ടൈമിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഇവളെ ഇനി എന്ത് ചെയ്യാനാണ്? സത്യം പറഞ്ഞാൽ ഇവൾ കുറച്ച് ഡേഞ്ചറസ് ആണ്, പക്ഷേ അതില്ലെങ്കിൽ അവൾ സാധാരണ ഒരു പെങ്കൊച്ചാണ്, നമുക്ക് അവളോട് ഒറ്റക്ക് വിടാനും പറ്റത്തില്ലല്ലോ. എന്തായാലും എന്ത് ചെയ്യുമെന്ന് ആലോചിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, നീയൊക്കെ കാരണം എൻ്റെ റൂമും എൻ്റെ വീടും എൻ്റെ എല്ലാം നോക്കിയേ എല്ലാം നശിച്ച്, നിനക്കൊന്നും ഒരു തുള്ളി നാണം തോന്നുന്നില്ലേ? നിനക്കൊന്നും ഒരു നാണക്കേട് പോലും തോന്നുന്നില്ലേ? ഇത് കേട്ടതും പെട്ടെന്ന് സാക്കയ്ക്ക് ദേഷ്യം വന്ന് അവൻ നേരെ മുന്നോട്ട് നടന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ആ ടൈമിൽ തന്നെ റോഡോ തൻ്റെ മാസ്ക് പതുക്കെ വലിച്ചൂരി എന്നിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവർ ചോദിക്കുന്നുണ്ട്, അല്ല റോഡോ എന്ത് പറ്റി? ഈ സമയത്ത് ആൾ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ കുറേയധികം ആൾക്കാരുടെ മനസ്സ് കണ്ടിട്ടുണ്ട്, പക്ഷേ റോഡോ അതാദ്യമായിട്ടായിരുന്നു. ഞാൻ മറ്റാരെയും പോലെയല്ലായിരുന്നു അവനെ കണ്ടത്. അവൻ്റെ ഗ്ലൗസ് മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ എന്തോ അൺയൂഷ്വലായിട്ടുണ്ട്, എന്തോ അൺയൂഷ്വലായിട്ട്. ഈ സമയത്ത് അവൻ നേരെ നടക്കുന്നുണ്ടായിരുന്നു. അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താണ് മാസ്ക് മാറ്റിയത്? അമ്മയുടെ മണം നിനക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് റോഡോ അവൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തും. എന്നിട്ട് ഒന്നും നോക്കാതെ അവളുടെ മുഖത്ത് നോക്കി ഒരു ഇട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കും. ഇത് കണ്ട എല്ലാവരും ഞെട്ടി. അവരാരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ ഇടികൊണ്ട് ആമോയും ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ റോഡോ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളുടെ മേത്ത് കയറിയിരുന്ന് അവളുടെ മുഖത്തേക്ക് ഇടിച്ചോണ്ടിരുന്നു. മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കാതെ ഇടിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ആൾ പറയുന്നുണ്ട്, റോഡോയുടെ ഉള്ളിൽ എന്തൊക്കെ വളരുന്നുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ പറയുന്ന സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേഴ്സ് പോലെ തന്നെ. ആ കേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. റൂഡോ നിർത്ത്, മതി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മതി, വെറുതെ വിട്. ഈ സമയത്ത് ഗ്രിസ് പറയുന്നുണ്ട്, എടാ എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത്? നീ നാലോചിച്ച് നോക്കിയേ, വല്ല കാര്യമുണ്ടോ? അവൾ എന്തായാലും അവളുടെ എബിലിറ്റി ഒക്കെ ക്യാൻസൽ ചെയ്തില്ലേ, ഇനി എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒന്നുമില്ലെങ്കിലും അവളൊരു പെണ്ണല്ലേ?
പെണ്ണോ? പെണ്ണാണെങ്കിൽ എന്താ? എനിക്കൊന്നും ചെയ്യാൻ പാടില്ല. പെണ്ണാണെങ്കിൽ അവൾ പെണ്ണാണെങ്കിൽ അവളെൻ്റെ പ്രിയപ്പെട്ടവരെ ഉപദ്രവിച്ചാലും അവരെ കൊന്നാലും ഞാൻ എന്നാ നോക്കിക്കൊണ്ട് നിൽക്കണോ? അവളൊരു പെണ്ണായതുകൊണ്ട്? ഇല്ല, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല. ഈ സമയത്ത് ഗ്രിസ് പറയുന്നുണ്ട്, എടാ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീ ആലോചിച്ച് നോക്കിയേ, അവളിപ്പോൾ പവർലെസ് ആയിട്ടിരിക്കുകയാണ്. പവർലെസ്സാ? കോപ്പാണ്. അവളൊരു ഗീവറാണ്. അത് നീയൊക്കെ തന്നെ കണ്ടതല്ലേ? അവൾ നമ്മളെല്ലാവരും ട്രിക്ക് ചെയ്ത് നമ്മളെ പലരെ കൊല്ലാൻ നോക്കി. നീ അതൊക്കെ കണ്ടതല്ലേ? പിന്നെ അത് മാത്രമല്ല, അവളെ കാണുന്ന പോലെയല്ല അവളുടെ ഉള്ളിലുള്ളത്. അവൾ നമ്മളെ നോക്കി ഇച്ചിരി മുമ്പ് വരെ ചിരിക്കുമായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഞാനിവിടെ അനങ്ങാൻ നിൽക്കണമെന്നാണോ നീ പറയുന്നത്? ഈ സമയത്ത് ഗ്രിസ് അവളെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് എടാ ഞാൻ അങ്ങനെയല്ല. ഈ സമയത്ത് എൻജിൻ പറയുന്നുണ്ട്, സോ നീ അങ്ങനെയൊക്കെയല്ലേ ചിന്തിച്ചു വെച്ചത്? എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ല നീ എങ്ങനെയായിരിക്കും ഇനി ഇൻഫോ ഒക്കെ എടുക്കാൻ പോകുന്നത്? ഈ സമയത്താണ് റൂഡ ശരിക്കും ബ്ലാങ്ക് ആയത്. അവൻ ശരിക്കും ഞെട്ടി. അവൻ സർപ്രൈസായി. അവൻ നേരെ എൻജിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഈ ടൈമിൽ തന്നെ എൻജിൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നിയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നീ വാ നമുക്കൊന്ന് സംസാരിക്കാം. എന്നിട്ട് റൂഡനെ പിടിച്ചിട്ട് പോകുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ടോമിയോട് പറയുന്നുണ്ട്, ടോമിയോ നീ എന്തായാലും അവളെ ഒന്ന് പാച്ചപ്പ് ചെയ്ത് നോക്ക്, ഞങ്ങളെന്തായാലും പോരാ. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ പുറത്തിരിക്കുന്നതാണ്. കുറച്ചധികം നേരം അവർ രണ്ടുപേരും പുറത്ത് ഒന്നും മിണ്ടാതെ ഇരിക്കും. അവസാനം റൂഡ തന്നെ ചോദിക്കും, അല്ല നീ ഇവിടേക്ക് വിളിച്ചിട്ട് നീ എന്തൊന്നും എന്നോട് മിണ്ടാത്തത്? ഒന്നുമില്ലടാ, നീ കുറച്ച് ഇമോഷണലായി വന്ന കാര്യത്തിനെ പറ്റി മറന്നുപോയല്ലേ? ആ ടൈമിൽ അവൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, ഞാൻ വേറൊന്നും കൊണ്ടല്ല. ഞാൻ സ്പിയറിലായിരുന്നപ്പോൾ സമയത്ത് എല്ലാവരും എൻ്റെ നേരെ എന്തെങ്കിലും പറയുമായിരുന്നു, എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ സമയം എൻ്റെ ടെമ്പർ ഞാനത് പിടിച്ചു വെക്കുമായിരുന്നു. ഞാൻ ആരോടും ദേഷ്യപ്പെടത്തില്ല. പക്ഷേ അവരെന്നെ ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഞാൻ തോറ്റു പോകുമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വീണ്ടും പഴയ പോലെ ആയല്ലേ, ഒരു മൃഗത്തിനെ പോലെ ആയല്ലേ. എനിക്കറിയാം എൻ്റെ ഉള്ളിൽ എന്തോ വളരുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഞാൻ പതുക്കെ മാറിയെന്നാണ്. പക്ഷേ ഞാൻ മാറിയിട്ടില്ല. ഞാൻ ഇവിടെയാണെങ്കിലും മുകളിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും ഒരേപോലെ തന്നെയാണ്. ഒന്നും മാറിയിട്ടില്ല. ആ ഒരു ഇല്യൂഷനിലാണെങ്കിൽ കൂടിയും ഞാനൊരു തുള്ളി മാറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ആർക്കും വേണ്ടാത്ത അവനെ പോലെ തന്നെയാണ്. ആ സമയത്ത് എൻജിൻ പറയുന്നുണ്ട്, എടാ നിനക്കറിയാവോ, എനിക്ക് നല്ല സൂപ്പർ പിമ്പിളായിരുന്നു, നല്ല ഇഷ്ടമാണ്. എന്ത്? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കവർസൊക്കെയുള്ള, അത്യാവശ്യം നല്ല ലുക്കൊക്കെയുള്ള. അവരുടെ പേഴ്സണാലിറ്റി ഒന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. എനിക്കിട്ട് സ്മാർട്ടായാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവരൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ അത് ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ കേൾക്കാനത്ത് റൂഡോ വണ്ടർ അടിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് തന്നെ അവൻ പറഞ്ഞത്, അല്ല നിനക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലേ റൂഡോ, എത്രയൊക്കെ വലുതായാലും നമ്മൾ ഇനിയും നന്നാക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഗ്രോത്തിന് നമുക്ക് ഏറ്റവും വേണ്ടത് എന്നാണെന്നറിയാവും, അത് റിയലൈസേഷനാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഏറ്റവും പാവമായിട്ട് കൺമുമ്പിൽ കണ്ടു. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരാൻ സാധിച്ചു. സോ നീയും ചെയ്യേണ്ടത് അത് മാത്രമാണ്. നീ ഒന്ന് ആലോചിച്ചാൽ മതി, നിനക്കിനി പോകാൻ ഒരു സ്ഥലവും ഇല്ലെന്ന്. അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. റോഡോ, എല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും പോയി ക്ഷമ പറയണം. കാര്യം നമ്മളിനിയും വളർന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ അല്ലേ? പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടൊമിയനാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട്, കേട്ടോ ഞങ്ങളോട് ക്ഷമിക്ക്, ഞങ്ങളൊരിക്കലും ഇങ്ങനെയൊന്നും ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, എന്തായാലും ക്ഷമിക്ക്. പിന്നെ വേറൊരു കാര്യം, നീയോട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി പതുക്കെ തൻ്റെ മാസ്ക് ഊരി മാറ്റുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, നീയോട്ട് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ ഞാൻ റെഡിയാണ്. പിന്നെ എനിക്കും റൊമാൻസൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ആ സമയത്ത് അവൾ നോക്കിയിട്ട് അമ്മ പറയുന്നുണ്ട്, അമ്മുവിൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് നീ, പാവമാണല്ലേ. ആ സമയത്ത് അവൾ പറയുകയും ചെയ്യും, എൻ്റെ അമ്മ ഭയങ്കര പാവമായിരുന്നു. പുള്ളിക്കാരിയാണ് എല്ലാം എനിക്ക് ചെയ്തു തന്നത്. ആ അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ട്രഷർ കിട്ടിയതും ഞാൻ എൻ്റെ ഫസ്റ്റ് ലവിനെ ആദ്യമായി കണ്ടതും. അത് കഴിയുമ്പോൾ സ്പിയറിലേക്കും ഗ്രൗണ്ടിലേക്കും വരുന്ന ആ ഒരു ഏഞ്ചലിനെ ഞാൻ കണ്ടു. ഏഞ്ചലല്ലേ? അല്ല നീ ഇപ്പം എന്തോ പറഞ്ഞത്? നീ ഇപ്പം എന്തോ പറഞ്ഞത്? ആ സമയത്ത് ആ മനെ അവരുടെ മുഖത്തേക്ക് നോക്കുന്നു. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.